ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ഇപ്പോ എല്ലാരും പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കാലമല്ലേ? ആരുടെ എന്നായിരിക്കും അല്ലേ? AI ഏജൻസിന്റെ. അതെ, ഇപ്പോൾ എല്ലായിടത്തും AI ആണ്. എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിന് AI ആണ് വരുന്നത്. അപ്പോൾ AI ഏജൻസിനെ ഓട്ടോണമസ്ലി ഹോസ്റ്റ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ടോക്കണാണ് OVSM എന്ന് പറയുന്നത്. ആക്ച്വലി ഓപ്പൺ സൊലാന വെർച്വൽ മെഷീൻ എന്നുള്ള ഒരു എക്കോസിസ്റ്റത്തിന് ഡ്രൈവ് ചെയ്യുന്ന പ്രധാന ടോക്കണാണ് OVSM എന്നുള്ളത്. എന്താണ് ഈ ടോക്കണിൻ്റെ പ്രത്യേകത? എന്തൊക്കെയാണ് ഇതിൻ്റെ കേപ്പബിലിറ്റീസ്? എന്തുകൊണ്ടാണ് ഈ ടോക്കൺ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻഡ്. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് LLM ഉപയോഗിച്ചിട്ട് സൊലാന നെറ്റ്വർക്ക് ക്വറി ചെയ്ത് ആവശ്യമുള്ള ഡാറ്റ എടുക്കാം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ChatGPTയും ജെമിനിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ സിമ്പിൾ കമാൻഡ്സ് കൊടുത്ത ശേഷം ഓരോ പ്രൊജക്റ്റിൻ്റെയും ട്രാൻസാക്ഷൻസ്, ഡാറ്റ അനാലിസിസ്, ടോട്ടൽ വോള്യൂം ലോക്ക്ഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിലെ വെയിൽസിനെ ട്രാക്ക് ചെയ്യണം. ഈസി ആയിട്ട് ഒരു കമാൻഡ് ലൈൻ പോലെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ChatGPTയുടെ അടുത്ത് പറയുന്നത് പോലെ ഈ പ്രൊജക്റ്റിലെ വെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുതരും. അങ്ങനെ ഒരു കേപ്പബിലിറ്റി കൊടുക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് ഈ ഓപ്പൺ സൊലാന വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെവലപ്പർ തന്നെയാണ്. ഈ ഡെവലപ്പറുടെ ട്വിറ്റർ ഹാൻഡിൽ @renegade_sol എന്നാണ്. എന്താണ് ഈ ഡെവലപ്പറുടെ പ്രത്യേകത? പുള്ളി ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ സൊലാന ഡെവലപ്പിൽ ടോപ്പ് 10ൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല സൊലാന ബേസ്ഡ് ആദ്യത്തെ AMM ഓട്ടോമേറ്റഡ് മാർക്കറ്റ് മേക്കർ ഡെവലപ്പ് ചെയ്ത ടീമിലെ ഒരാളും കൂടിയാണ്. അപ്പോൾ 3 പ്രത്യേകതകൾ. ഒന്നാമത്, ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ല നരേറ്റീവായ ഓട്ടോണോമസ് AI ഏജൻസ് എന്നുള്ള കോൺസെപ്റ്റ്. രണ്ടാമത്, ഒരു പ്രാക്ടിക്കൽ യൂസ് കേസ് ടു ദ ഹ്യൂമൻസ്, അതായത് സൊലാന നോട്ട്സ്, എക്സ്പ്ലോറർ ഇതൊക്കെ സിമ്പിളായിട്ട് LLM ഉപയോഗിച്ച് ക്വറി ചെയ്ത് വേണ്ട ഡാറ്റ എടുക്കുക എന്നുള്ളത്. മൂന്നാമത്, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഡെവലപ്പർ. ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ സൊലാന വെർച്വൽ മെഷീൻ എന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു എക്കോസിസ്റ്റം ഓഫ് പ്രൊജക്റ്റാണ്. എന്താണ് എക്കോസിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊരു സിംഗിൾ ആപ്ലിക്കേഷൻ അല്ല. ബേസിക്കലി ഇവരുടെ എക്കോസിസ്റ്റത്തിൽ 4 പ്രൊഡക്റ്റുകളും ഓരോന്നിനും ഈച്ച് ഓഫ് ദ ടോക്കൺസും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ ആയ ടോക്കൺ OVSM ആണ്. ഏതൊക്കെയാണ് ഇവരുടെ എക്കോസിസ്റ്റത്തിലെ ടോക്കൺസ്? ഒന്നാമത് OVSM എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോണോമസ് ഏജൻസ് ഹോസ്റ്റ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനുമുള്ള ഒരു ഫ്രെയിംവർക്കാണ് OVSM എന്നുള്ളത്. രണ്ടാമത്തെ ടോക്കണാണ് SVM AI എന്നുള്ളത്. അതായത് ഇതാണ് ഇവരുടെ നോളജ് എൻജിൻ. ബേസിക്കലി ക്വറി ചെയ്യുന്നതിനും ട്രെയിൻ ചെയ്യുന്നതിനും ഒക്കെയുള്ള നോളജ് എൻജിനാണ് SVM AI എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടോക്കണാണ് സൊലാന എന്നുള്ളത്. ഇതാണ് അവരുടെ സെക്യൂരിറ്റി ലെയർ എന്ന് പറയുന്നത്. അതായത് ഇതിലുള്ള ഓട്ടോണോമസ് ഏജന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ലെയറുകളെ പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്യുന്ന ടോക്കണാണ് സൊലാന എന്നുള്ളത്. ഇതിലെ 4ാമത്തെ ടോക്കണാണ് SVM ബാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലോങ് ടേം വിഷൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു കോയിനാണിത്. അതായത് ഇവരൊരു നിയോ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരികയും പുതിയ പുതിയ DeFi സ്ട്രാറ്റജികളും സ്റ്റേക്കിങ്ങും ഈൽഡിങ്ങും ഒക്കെ ഇറക്കാൻ സാധ്യതയുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അത്. അങ്ങനെ ഈ 4 പ്രൊജക്റ്റുകളുടെയും ഒരു എക്കോസിസ്റ്റമാണ് ഓപ്പൺ സൊലാന വെർച്വൽ മെഷീൻ എന്നുള്ളത്. അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ടോക്കണാണ് OVSM എന്നുള്ളത്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രൊജക്റ്റിനെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രൊജക്റ്റും ഫ്ലൈവീൽ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ 4 പ്രൊജക്റ്റുകളിൽ ഏത് സർവീസ് ഉപയോഗിക്കണമെങ്കിലും OVSM എന്നുള്ള ടോക്കൺ ഉപയോഗിക്കണം. അത് മാത്രമല്ല ഇവരുടെ ലോങ് ടേം വിഷൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊജക്റ്റ് 100 മില്യൺ എത്തുമ്പോൾ ദേ ആർ സേയിങ് അവരൊരു ബാങ്കിങ് ലൈസൻസ് മേടിച്ചിട്ട് ഒരു നിയോ ബാങ്ക് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ അതിൻ്റെ ഡെവലപ്പറുടെ ട്വീറ്റ്സ് ആണ്. എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പുതിയ ലെയറാണെന്നും പുതിയ എക്കോസിസ്റ്റം ആണെന്നും ഒരുപാട് യൂട്ടിലിറ്റി, എസ്പെഷ്യലി ഒരു സാധാരണക്കാരന് സൊലാന ബ്ലോക്ക് ചെയിൻ ക്വറി ചെയ്ത് വേണ്ട ഇൻഫർമേഷൻ എടുക്കാം എന്നുള്ള കേപ്പബിലിറ്റി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇത് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ AI ഏജൻസിനെ ഹോസ്റ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും അതിനെ ഒരു ഹ്യൂമണായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ എക്കോസിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ ക്രിപ്റ്റോയെ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരന് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രൂസ്.